ഇസ്രായേൽ 365 ന്യൂസിൽ വന്ന ഒരു ആർട്ടിക്കിളിൽ അത് പറയുന്നത് മശിഹ ഈ വർഷം വരുന്നുവെന്നും ഇറാനുമായിട്ടുള്ളൊരു യുദ്ധം അതിൻ്റെ തെളിവാണെന്നും. ആ ആർട്ടിക്കിളിൻ്റെ നല്ലൊരു ഭാഗം കോൺട്രിബ്യൂഷനും വന്നിരിക്കുന്നത് യഹൂദ റബിയായ മെൻഡൽ കെസനിൽ നിന്നുമാണ്. ആ ആർട്ടിക്കിളിൽ പറയുന്നത് ഈ ഭൂമിയിൽ ഒത്തിരിയധികം തിന്മയുണ്ടാകും അന്ത്യകാലത്ത്. യഹൂദ ജനം തന്നെ വിശ്വസിക്കുന്നത് മശിഹ വരികയും ആ തിന്മയുടെ സിസ്റ്റത്തിൽ നിന്നെല്ലാം അവരെ വിടുവിക്കുകയും ലോകത്തിൽ ശാന്തി കൊണ്ടുവരും എന്നാണ് അവർ കരുതുന്നത്. യഹൂദ റബിയായ കെസൻ പറയുന്നത് ഇറാനാണ് അവസാനത്തെ രൂപം തിന്മയുടെ. അത് മശിഹ വരുന്നതിന് മുമ്പ് നശിപ്പിക്കപ്പെടണം. താനും അതുപോലെ തന്നെ അനേക യഹൂദരും വിശ്വസിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ ദൈവം ഒരു ശക്തമായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്, ആ മശിഹ വരുന്നതിന് മുമ്പുള്ള ആ ഒരു സമയം ഒരുക്കുകയാണ് എന്നാണ് അവർ കരുതുന്നത്. ഇതാണ് നിങ്ങൾ ഇനിയും കേൾക്കുവാൻ പോകുന്നതിൻ്റെ ആ സത്ത്. It made no sense that this incredible honor of participating with the Jewish Messiah in the building of the Holy Temple and the establishment of God's kingdom on earth should be given to someone who is undeserving, to someone who represented the ugly side of America, which has been engaged in undermining the security and safety of the Jews who have returned to their ancestral homeland since day one, when the state was established in 1948. President Donald Trump was the first American president who stood up in defiance to the entrenched and endemic anti-Israel attitude of all previous U.S. administrations towards our presence in the Holy Land, an attitude that was in place for the past 70 years. Only he or somebody like him would be the person who deserves this great honor of representing Western society and fulfilling the prophecy uttered to our matriarch Rebecca, the elder one will serve the younger one. God's voice was heard loud and clear to anyone whose ears were open, and he chose the second non-Jewish Messiah, not to redeem the world. That job is reserved for the Jewish Messiah, who is a direct descendant of King David and his son Solomon. But like the first non-Jewish Messiah, Cyrus, who was chosen to assist the Jews in re-establishing themselves in the land of Israel after their 70-year exile in Babylon, the current non-Jewish Messiah was chosen to be of service to the Jewish people and the Jewish Messiah. ആ ആർട്ടിക്കിളിൽ റബി കേസൻ പറയുന്നത് ട്രംപ് ഏശാവിൻ്റെ ഗിൽഗുൽ, അതായത് ഏശാവിൻ്റെ നല്ല ഭാഗമാണെന്ന്. ദൈവം ട്രംപിനെ രക്ഷിച്ചത് ആ വെടിവെപ്പിൽ കൊല്ലപ്പെടാതെ എന്തിനാണ് രക്ഷിച്ചത്? റബി കേസൻ പറയുന്നത് ഇറാനെ ഇല്ലായ്മ ചെയ്യുവാൻ. ട്രംപിൻ്റെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഷിഫ്റ്റ് തൻ്റെ മാഗ പൊളിറ്റിക്സിൽ നിന്ന് കൂടുതൽ അഗ്രസീവായിട്ട് ലോകത്തിൽ ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലുള്ള ഭരണകൂടങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിപ്പോൾ വെനിസ്വേലയിലെ മഡൂറയെ പിടിച്ചുകൊണ്ട് പോകുന്നത്, പിന്നെ മെക്സിക്കോയിലെ ഡ്രഗ് കാർട്ടലുകളെ ഇല്ലായ്മ ചെയ്യുന്നത്, പിന്നെ ഇപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തിനെതിരെയുള്ള ഈ ഡീക്യാപിറ്റേഷൻ സ്ട്രൈക്കും, ഇതൊന്നും ഒരു പൊളിറ്റിക്കൽ അനോമലി അല്ലെന്നും അതൊരു മിഷനാണെന്നും എന്നാണ് താൻ പറയുന്നത്. താൻ വീണ്ടും പറയുന്നു,